വെരി ഗുഡ് ഈവനിങ് ഓൾ. സാക്ക് എക്സ്പോ 2024 ഭാഗമായി നടക്കുന്ന പാനൽ ഡിസ്കഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പാനൽ ഡിസ്കഷനിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് മിസ്റ്റർ ഷാക്കിർ, ജാംജും ഹൈപ്പർ മാർക്കറ്റിനെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. മിസ്റ്റർ ആഷിഖ് ഡേമാർട്ട് ഗ്രൂപ്പിനെ ഹെഡ് ചെയ്യുന്നു. സജി സാർ ഗ്രാൻഡ് ഗ്രൂപ്പിനെ ഹെഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. മൈസെൽഫ്, ഞാൻ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ്, ബാദുഷാ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിനെ ഹെഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 24 വർഷമായിട്ട് റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിങ് ലൈൻ, മാർക്കറ്റിംഗ് ലൈൻ, അഗെയിൻ റീറ്റെയിൽ ലൈൻ, ഈ 3 ലൈനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്നിൽ അർപ്പിതമായിരിക്കുന്ന റോള് മോഡറേറ്റർ റോളാണ്. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പിറവിയിലേക്ക് എത്തുന്ന അതിൻ്റെ പ്രീ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുശേഷം അതിൻ്റെ ഓപ്പറേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻസ്, അത് എങ്ങനെ ഒരു പ്രോഫിറ്റിലേക്ക് എത്തിക്കും, ഈ കാര്യങ്ങളാണ്. ഇത് പുതുതായിട്ട് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ, പ്രീ ഓപ്പണിങ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിലവിൽ ഹൈപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് ഒരു പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്, പലരും അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഒരു ഇൻട്രഡക്ഷൻ ടോക്കിനായിട്ട് ഞാൻ സൈസാറിനെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. നമസ്കാരം, എൻ്റെ പേര് സജിത് എന്നാണ്. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിനെ പ്രതികരിച്ചിട്ടാണ് ഇന്നത്തെ പാനൽ ഡിസ്കഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ, ഇവിടെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും എൻ്റെ ഗുരുക്കന്മാരും സീനിയറായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും നിലവിൽ ഓൾറെഡി സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും വളരെ വൃത്തിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയുക എന്നുള്ളതും, ഇത് എവിടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥലം. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമ്മളൊരു സ്ഥലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ എത്ര ഉണ്ട്, ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് നമ്മളെ സ്റ്റോറിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാനുള്ള സാധ്യതകൾ, അതോടൊപ്പം തന്നെ ഞാൻ തുടങ്ങാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു 3 കിലോമീറ്റർ ടു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കസ്റ്റമേഴ്സ് ഏത് കാറ്റഗറിയാണ്, അവർ ഏത് കൾച്ചറൽ ലെവലിലുള്ള ആൾക്കാരാണ്. കാരണം കൾച്ചർ ലെവൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇന്ന് ഇന്ത്യയിലാണോ ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ കസ്റ്റമർ അറിയാണ്ട് തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. A+ കാറ്റഗറി, A കാറ്റഗറി, B+ കാറ്റഗറി, B കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ഏത് ഏരിയയിലാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ തുടങ്ങാൻ പോകുന്ന സമയത്ത് ഈ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് അല്ലെങ്കിൽ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് സ്റ്റോറിലാണ് തുടങ്ങാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ഇൻവെൻട്രി ലെവൽ, സ്റ്റോക്ക് നമ്മൾ ഏത് ലെവലിൽ നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ടും സൂപ്പർ മാർക്കറ്റിൽ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിനെ തിരിച്ചിരിക്കുന്നത്: ഫുഡ് കാറ്റഗറി, നോൺ ഫുഡ് കാറ്റഗറി, ഹൗസ് ഹോൾഡ് കാറ്റഗറി. ഇതിനകത്ത് സ്റ്റോക്കിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് വേണം ഈ കാറ്റഗറീൻ്റെ ഷെയർ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഫുഡ് കാറ്റഗറി എത്ര കൊടുക്കേണ്ടതുണ്ട്, നോൺ ഫുഡ് കാറ്റഗറി എത്ര കൊടുക്കേണ്ടതുണ്ട്, ഹൗസ് ഹോൾഡ് കാറ്റഗറി എത്ര കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ വൃത്തിക്ക് നമുക്ക് ഒരു ഓപ്പറേഷനെ കുറിച്ചിട്ട്, ഒരു മാനേജ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാവണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടെ വെച്ചാൽ, ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ ഒരുപാട് ഓഫറുകളൊക്കെ ഇട്ടിട്ട് കസ്റ്റമറെ ഒരുപാട് വാക്കിൻസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. എന്തിനു വേണ്ടി ഓഫർ ഇടുന്നത്, എന്തിനാണ് നമ്മളൊരു റേറ്റ് കുറച്ചിട്ടോ കിട്ടിയതിനെക്കാട്ടും വില കുറച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗംഭീര ഓഫർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നത്? കസ്റ്റമർ വാക്കിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കസ്റ്റമർ വാക്കിൻസ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്.
എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റമർ വാക്കിൻസ് നമ്മൾ ഉണ്ടാക്കി കുറേ ഓഫറുകൾ കൊടുത്തിട്ട് നമ്മളെ സ്റ്റോറിലേക്ക് എന്തിനാളെ കയറ്റുന്നത്? ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ വരുന്ന കസ്റ്റമറിൽ ഭൂരിഭാഗം കസ്റ്റമറെയും നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഒരു സ്ഥാപനത്തിന്, ഒരു സൂപ്പർ മാർക്കറ്റ് എന്നല്ല, ഏത് സ്ഥാപനമാണെങ്കിലും ഓഫറുകൾ പ്ലാൻ ചെയ്യുന്നത് വാക്കിൻസ് ഉണ്ടാക്കാനാണ്. വരുന്ന വാക്കിൻസിനെ നമ്മളെ റെഗുലർ കസ്റ്റമറാക്കി മാറ്റാൻ വേണ്ട കഴിവ് നമുക്ക് ഉണ്ടാവണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഏത് സ്ഥാപനത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കും ചില കുട്ടികളുടെ അടുത്ത് നമ്മൾ ചില സ്റ്റോറൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഒരു സ്ഥാപനത്തിന് വേണ്ടി വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റീസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയാം കസ്റ്റമർ സർവീസ് എന്ന് ആദ്യം പറയാം. ഞാൻ പറയാം കസ്റ്റമർ സർവീസ് അല്ല ആദ്യത്തെ അവൈലബിലിറ്റി മാനേജ്മെൻറ്റാണ് വേണ്ടത്. കസ്റ്റമർ ചോദിച്ചു വരുന്ന സാധനങ്ങൾ കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം, അത് അറേഞ്ച് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. രണ്ടാം സ്ഥാനത്താണ് സർവീസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്ന് നമുക്കൊരു നല്ല ലെവലിലുള്ളൊരു കസ്റ്റമറെ നമുക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ സ്ഥാപനം സക്സസ് ആണ്, ഒരു സംശയവുമില്ല. പിന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആഷിക്കും ഷാക്കിറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം തിരിച്ചു വരാം നമുക്ക് വീണ്ടും കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റത്തെ കുറച്ച് സമയം നിങ്ങളെ സംശയങ്ങൾ തീർക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഞങ്ങളെ എക്സ്പീരിയൻസ്, ഞങ്ങളെ അറിവ് അത് തീർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങളെ അറിവാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാം ശരിയായിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഇവിടെ സാജിദ് സാറുണ്ട്, പല ആൾക്കാരുണ്ട് എന്നെപ്പോൾ ഒരുപാട്, എൻ്റെ ഗുരു ആയിട്ടുള്ള തലശ്ശേരിയുള്ള സാജിദ് സാറുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെ അറിവും കൂടി ഷെയർ ചെയ്താൽ കുറേ കൂടി നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. ആഷിഖിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, സൈസാറിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിൽ എ ക്ലാസ് ടൗണിൽ വർക്ക് ചെയ്യുമ്പോൾ ഡെമാർട്ടിൻ്റെ കൂടുതൽ സ്റ്റോറുകളുള്ളത് ഇൻറ്റീരിയറിലാണ്, CB കാറ്റഗറിയിലാണ്. അപ്പോൾ അവിടെ പുതിയ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിലവിലുള്ള സ്റ്റോറുകൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി എന്താണ്? ഏത് രീതിയിലാണ് അത് വയബിളാക്കി മാറ്റുന്നത്? കാരണം ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ നമുക്കെല്ലാവർക്കും അറിയാം, കസ്റ്റമർ നീഡിയായ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സാധനം കൂടി എടുക്കുന്ന സമയത്താണ് സ്റ്റോർ ഒരു മിനിമം മാർജിനിലേക്ക് എത്തുന്നത്. അവിടെ നിങ്ങൾ ഏത് രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണത് കൺവേ ചെയ്ത് മുന്നോട്ട് പോകുന്നത്? നമസ്കാരം, എൻ്റെ പേര് ആഷിഖ്, ഓൾറെഡി പരിചയപ്പെടുത്തിയ ഡെമാർട്ട് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്. ഓപ്പറേഷൻസും അതേപോലെ തന്നെ അക്കൗണ്ട്സുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാനൽ ഡിസ്കഷൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് പുതിയ NSOയും അതേപോലെ തന്നെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളുടെ ഒരു ഹാങ്ങിങ് അല്ലെങ്കിൽ ഒരു ബഗ്സ് ക്ലിയർ ചെയ്ത് അതിനെ റിവാമ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ അതിൽ നമ്മളുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ കാച്ച്മെൻറ്റ് ഏരിയയും അതേപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പീപ്പിൾസിനെ, അപ്പോൾ ഏത് ഏരിയയിലുള്ള കാറ്റഗറി പെടുന്ന കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ലൊക്കേഷനിൽ നമ്മുടെ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി വളരെ ഇൻറ്റീരിയറായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ആ ഏരിയയിലാണ് കൂടുതൽ ഡെമാർട്ടിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉള്ളത്. നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു വിശ്വാസ്യത നമ്മൾ ഉയർത്തി കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇൻറ്റിമേറ്റായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ ലോക്കലി ഉള്ള ഏരിയകളിൽ നിന്ന് ചെയ്ത് സിറ്റിയിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായവും. ഞങ്ങൾ അങ്ങനെയാണ് സക്സസ് ആക്കി കൊണ്ടുവരുന്നത്. ഇപ്പം പല സ്റ്റോറുകളും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1 ഇയറോ 2 ഇയറോ കഴിയുമ്പോൾ ഇതിനെ അങ്ങ് സ്റ്റക്കായി പോകുന്ന അവസ്ഥ എന്ന് വെച്ചാൽ, നമ്മൾ തുടക്കം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ പ്രൊഫിറ്റബിൾ ബിസിനസ്സിലേക്ക് പോകാൻ, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏരിയ നമ്മുടെ ഇൻവെൻട്രിയാണ്. സ്റ്റോക്ക് ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്തു പോയാൽ മാത്രമേ നമ്മുടെ ബിസിനസ് ത്രൂ ഔട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മളൊരു ഏരിയ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 5000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റിൽ 2500 സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ള പല ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പല സൈസിലുള്ള സ്റ്റോറുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിരിക്കുന്ന പ്രോഡക്റ്റുകളെ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. അതിൻ്റെ ബഡ്ജറ്റ് ഇടുന്ന സമയത്ത് എത്രയാണ് നമ്മൾ ഇൻവെൻട്രി ബഡ്ജറ്റ്,
അതിൽ ഓരോ കാറ്റഗറി വൈസ് ബഡ്ജറ്റ് നമുക്ക് എത്രയാണ്, നമ്മുടെ ഫുഡ് എത്ര വേണം, നോൺ ഫുഡ് എത്ര വേണം, അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻവെൻട്രി നമ്മൾ അതിൽ പ്ലേസ് ചെയ്യപ്പെടണം. പ്രത്യേകിച്ച് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ്. പക്ഷേ ചില ഏരിയയിൽ നമുക്ക് ലോക്കൽ പ്രോഡക്റ്റുകൾ വേണ്ടി വരും, ചില ഏരിയയിൽ നമുക്ക് അതിൽ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്ഥലത്തുള്ള നമ്മുടെ ആദ്യമുള്ള സ്റ്റോറുകളും അതേപോലെയുള്ള അവിടെയുള്ള കസ്റ്റമേഴ്സുമായിട്ട്, നമ്മുടെ പരിചയത്തിലുള്ള കസ്റ്റമേഴ്സുമായിട്ട് നമ്മുടെ മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവർ ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളാണ് മേടിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇൻവെൻട്രി സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് പലപ്പോഴും നമ്മൾ പല സ്റ്റോറുകളിലും ഇപ്പോൾ തന്നെ പല നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ടും അല്ലാതെയുള്ള ഫ്രണ്ട്ഷിപ്പ് ബേസിലൊക്കെ പല സ്റ്റോറുകളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഒരുപാട് ഡെഡ് ഇൻവെൻട്രി നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറിലേക്ക് വേണ്ട ഒരു ഏരിയക്ക് അനുസരിച്ച് ഇപ്പോൾ ഒരു 50 lakh അല്ലെങ്കിൽ 1 CR പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് റണ്ണിങ് ബിസിനസ്സിന് വേണ്ടി വരും. അതിനുപരി ഒരുപാട് ഉപരിയായിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഓപ്പണിങ്ങിന് എടുത്തു വെക്കും. അപ്പോൾ ഡബിളും അതിൽ ത്രിബിളും ഒക്കെ പെർസെൻറ്റേജ് വരുന്ന 300%, 200%-ലേക്കൊക്കെ നമ്മുടെ ഇൻവെൻട്രി കോസ്റ്റ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു 1 year 2 year വരുന്ന ഇതിലേക്ക് നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ക്യാഷ് ഫ്ലോ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡെപ്റ്റിലേക്കും അതേപോലെ തന്നെ ഡെഡ് ഇൻവെൻട്രിയിലേക്കും നമുക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ 1 year 2 year നമ്മൾ വളരെ നല്ല രീതിയിൽ പോയി അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഫിസിക്കൽ ഇൻവെൻട്രിയും അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഡെപ്റ്റ് കൂടുന്നതും അതേപോലെ തന്നെ ഡെഡ് സ്റ്റോക്ക് റൊട്ടേറ്റ് ചെയ്യാത്ത സ്റ്റോക്കുകൾ കൂടുതൽ വരുന്നതും. അങ്ങനെയാണ് പല സ്റ്റോറുകളും ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് നമ്മളിപ്പം പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പം പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കൊരു ഫണ്ട് ഷോർട്ട് തന്നെയാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. അപ്പം കൂടുതൽ ഫണ്ട് ബിസിനസ്സിലേക്ക് ഇറക്കുക എന്നുള്ളതായിരിക്കും നമ്മളുടെ ഒരു സൊല്യൂഷനായിട്ട് കാണുന്നത്. അപ്പം മണി നോട്ട് എ സൊല്യൂഷൻ. നമുക്ക് വേണ്ടത് അതിലേക്ക് സ്കില്ലും അതിൻ്റെ സ്ട്രാറ്റജിയും നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു റീവാമ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യേണ്ട സ്റ്റോറിലേക്ക് നമ്മൾ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അഡീഷണൽ കാര്യങ്ങളോ ചെയ്യേണ്ടത്. നമുക്ക് ഓരോ കാര്യങ്ങൾ നടന്നു പോകാൻ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വരുന്ന പിന്നെ പ്രോഡക്റ്റുകൾ അതേപോലെ തന്നെ അതിലേക്ക് വരുന്ന നമ്മുടെ പ്രോസസ്സുകൾ, നമ്മൾ ഇൻറ്റൻറ്റ് മുതൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോകുന്നവരെയുള്ള പ്രോസസ്സുകൾ കൃത്യമായിട്ട് ഏകീകരിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നുകൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. ഡിസ്കഷനിൽ ഇടപെട്ട് സംസാരിച്ച ആദ്യത്തെ 2 പാനലിസ്റ്റുകളും നമ്മളോട് കൺവേ ചെയ്യാൻ ശ്രമിച്ചത് നമ്മളൊരു സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിലവിൽ സ്റ്റോർ റൺ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇനി ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കേണ്ട ഷാക്കിർ ഭായിയാണ്. ഷാക്കിർ ഭായിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം, ഇവർ 2 പേരും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ മാർജിൻ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം റണ്ണിങ് ബിസിനസ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം. മുന്നേ സൂചിപ്പിച്ച പോലെ എൻ്റെ പേര് ഷാക്കിർ എന്നാണ്. ജാംജൂം ഹൈപ്പർ മാർക്കറ്റിനെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു അവസരം നൽകിയ സോക്കിൻ്റെ പ്രതിനിധികൾക്ക് അതിൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിന് മുന്നേ സംസാരിച്ച സൈസാറൊക്കെ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഈ സദസ്സിൽ ഇരിക്കുന്നവർ നമ്മളെക്കാൾ കൂടുതൽ അറിവും പരിജ്ഞാനം ഉള്ളവരായതുകൊണ്ട് നമ്മളങ്ങനെ കൂടുതൽ ഒരു കാര്യങ്ങളായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഇവർ മുന്നേ സംസാരിച്ച ആൾ പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പം നമ്മൾ എല്ലാവരും എല്ലാ സ്റ്റോറുകളും മെയിൻലി നമ്മൾ ഡെയിലി ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ ഒരു ബ്രീഫിംഗ് നടത്തും. സ്റ്റാഫിനെ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ ഈ മാസത്തെ സെയിൽ ഇതാണ് ടാർഗറ്റ്, നമ്മൾ ഇത്ര എത്തിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളതിൽ വിട്ടുപോകുന്ന എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറയുന്നത്. നമ്മളെ ഒരു മാസത്തെ എക്സ്പെൻസ് അത് എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് ഏത് വരെ എക്സ്പെൻസ് പോവാം, അത് ആ എക്സ്പെൻസുകൾ ഏതൊക്കെ കാറ്റഗറിയിൽ നിന്ന് എത്രത്തോളം വരാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഞാൻ പറഞ്ഞ് ശരിയാണോ എന്നറിയില്ല, പലപ്പോഴും അത് നമ്മൾ പറയാൻ വിട്ടുപോകാറുണ്ട്.
നമ്മൾ സെയിൽ എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം എല്ലാം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ടോട്ടൽ സെയിൽസിൻ്റെ ഒരു 8.5% വരെ നമ്മൾ എക്സ്പെൻസ് പോകാമെന്നുള്ളതാണ്. ടോട്ടൽ സെയിൽസിൻ്റെ 8.5% വരെ നമുക്ക് നമ്മളെ എക്സ്പെൻസുകൾ അത് ഡിവൈഡ് ചെയ്ത് പോകുമ്പം ഇലക്ട്രിസിറ്റി, സാലറി, ഇൻസെൻറ്റീവ്, മാർക്കറ്റിംഗ്, HR, അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. അതിൽ ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ റെൻറ്റ്, നമ്മൾ ആ ഒരു സ്റ്റോർ റൂം അല്ല ഷോപ്പ് നിൽക്കുന്നതിന് റെൻറ്റ് ഇവർ പലപ്പോഴും അതിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം ഓരോ ഏരിയക്ക് അനുസരിച്ച്. അല്ലെങ്കിൽ ഓരോ പിന്നെ സിറ്റിയിലുള്ള സ്റ്റോറാണെങ്കിൽ വേറെ റെൻ്റ് ആയിരിക്കും, പിന്നെ അർബൻ ഏരിയയിലാണ് വേറെ ആയിരിക്കും. അപ്പോൾ അവരെ ഇതിൽ പ്രകാരം ഒരു 1.5% വരെയാണ് നമ്മളെ റെൻറ്റിൽ നമ്മളതിൽ അങ്ങനത്തെ ആ ഒരു ഏരിയ നമ്മൾ അതിലേക്ക് ചുരുക്കണം എന്നുള്ളത് പറയണം. അതേപോലെ മാർക്കറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഓഫേഴ്സ് ഇടുന്നതിൽ ഇപ്പോൾ സൈസാറൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കണം. എല്ലാവരും ഓഫറിട്ട് സെയിൽ കൂട്ടാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ഈ ഓഫേഴ്സിന് വേണ്ടിയിട്ടും അതിൽ പറയുന്നത് 1.5%. അതിൽ കൂടുതൽ നമ്മൾ ഓഫേഴ്സിന് വേണ്ടി ചിലവഴിക്കരുതെന്ന് പറയും. പക്ഷേ നമ്മൾ അതല്ല നോക്കുന്നത്. നമ്മൾ എത്ര പെർസെൻറ്റേജ് ചിലവഴിച്ചു, എത്ര രൂപ പോയാലും കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ സെയിൽ കിട്ടണം എന്നുള്ളതിലാണ് നമ്മളുള്ളത്. പിന്നെ ഇപ്പം ആബിദ് ഭായി എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ പെട്ടാണ് എങ്ങനെ നമ്മളെ GP കൂട്ടാം, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നമ്മളെ ഓൺ പ്രൊഡക്റ്റുകൾ, പ്രൈവറ്റ് ലേബൽ പ്രൊഡക്റ്റുകൾ നമ്മൾ ഓരോരുത്തരും ആ ഒരു കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാർജിൻ കൂട്ടിയെടുക്കാൻ പറ്റും. അതിലുള്ള നമുക്കുള്ള ഒരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് പർട്ടിക്കുലർ നമ്മളെടുത്ത് മാത്രമേ അതുള്ളൂ. അത് മറ്റുള്ള ഒരാളെടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിന് ഒരു മാർക്കറ്റിൽ വരുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കുറവായിരിക്കും. അതേപോലെ നമുക്കതിൻ്റെ എക്സ്പെൻസ് മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ കൂടുതൽ ചെയ്യേണ്ടാതെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രൈസിന് അത് കിട്ടുകയും നല്ലൊരു പ്രൈസിന് വിൽക്കാനും പറ്റും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് മാർജിൻ കൂട്ടുന്നതിൽ പ്രൈവറ്റ് ലേബൽ സഹായകമാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ പ്രത്യേകിച്ച് അതാണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ നാടുകളിൽ ഒരുപാട് പുതിയ സ്റ്റോറുകൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗത്ത് പുതിയ സ്റ്റോറുകൾ വരികയും മറുഭാഗത്ത് സ്റ്റോറുകൾ പൂട്ടിപ്പോവുകയും ചെയ്യുന്നത് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യക്തമായൊരു ഇൻവെൻട്രി ഒന്നും പലരെയും കയ്യിലുണ്ടാവില്ല. നമ്മളെ സ്റ്റോറിൽ പലപ്പോഴും ഡംപായിട്ടും ഡാമേജായിട്ടും ഷ്രിങ്കേജായിട്ടും നല്ലൊരു എമൗണ്ട് നമുക്ക് മിസ്സാവുന്നുണ്ട്. പലപ്പോഴും വൈകിട്ട് സിസ്റ്റത്തിലെ മാർജിൻ നോക്കിയിട്ട് അത് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൈതേട്ട ഇത് എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? എത്രത്തോളം ഡംപ് ഷോർട്ടേജ് ഷ്രിങ്കേജ് ഒക്കെ സ്റ്റോറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം? അതെങ്ങനെയാണ് ഈ ക്രൈസിസ് ടാക്കിൾ ചെയ്യുന്നത്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ല ചോദ്യമാണ്. ഇൻവെൻട്രി, ഞാൻ നേരത്തെ ഒരു അവൈലബിലിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ മാനേജർമാരെ വെച്ച് നടത്തുകയാണെങ്കിലും മുതലാളി നേരിട്ട് നടത്തുകയാണെങ്കിലും സൂപ്പർവൈസർമാർ അല്ലെങ്കിൽ നോക്കി നടത്തിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവൈലബിലിറ്റി മാനേജ്മെൻറ്റും ഇൻവെൻട്രി മാനേജ്മെൻറ്റും. കാരണം കസ്റ്റമർ സർവീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. എപ്പോൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം? ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റോറിൽ ആവശ്യമുള്ള സെയിൽസിനനുസരിച്ച് ആവശ്യമുള്ള സ്റ്റോക്ക് കീപ്പ് ചെയ്യാനുള്ളൊരു കഴിവാണ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 5000 സ്ക്വയർ ഫീറ്റ് സ്റ്റോറിൽ നമ്മളെ റാക്ക് സ്പേസ് ഉണ്ടല്ലോ, ഈ റാക്ക് സ്പേസിൻ്റെ അകത്ത് ഫുഡ് കാറ്റഗറി, നോൺ ഫുഡ് കാറ്റഗറി, ഹൗസ് ഹോൾഡ് കാറ്റഗറിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷെയർ എത്ര ഏരിയയിലാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാറ്റഗറി വൈസ് റവന്യൂ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫുഡ് കാറ്റഗറിയിൽ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഹൗസ് ഹോൾഡ് കാറ്റഗറിയിൽ ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്നൊരു സാധനമാണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഏരിയാസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ സെയിൽസ് റൊട്ടേഷൻ അവിടെ കുറവായിരിക്കും. ഓവറോൾ എടുത്ത് നോക്കുന്ന സമയത്ത് റവന്യൂ ഷെയർ ആ കാറ്റഗറിയിൽ നിന്ന് കുറവായിരിക്കും. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ സ്റ്റോക്കിൻ്റെ മുകളിൽ ഡംപ് വരികയും പെയ്ഡ് സ്റ്റോക്ക് കൂടുകയും ക്രെഡിറ്റ് സ്റ്റോക്ക് നമുക്ക് കുറയുകയും ചെയ്യും. ഇത് നമ്മളെ നിലനിൽപ്പിനെ ഭയങ്കരമായിട്ട് ബാധിക്കും.
കാരണം എപ്പോഴും നമുക്ക് ഒരു റൊട്ടേഷൻ ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് പെർഫെക്റ്റ് ആവണം. അതേപോലെ തന്നെയാണ് നമ്മളൊരു ബ്രാൻഡിന് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 15 20 SKU ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ 6 7 പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ശരിക്ക് സെയിൽസ് റൊട്ടേഷൻ നടക്കുന്നുണ്ടാവുക. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യും, അതിൻ്റെ പേയ്മെൻറ്റ് പോയതായിരിക്കും, അത് നമുക്കൊരു ബാധ്യതയായിട്ട് കിടക്കും. ഇതിനെ തിരിച്ചറിയാനും ഈ പ്രൊഡക്റ്റുകളെ മാറ്റി പകരം പുതിയ ബ്രാൻഡിനെയോ സെയിൽസ് ഉള്ള പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ പുതിയ കാറ്റഗറീനെ ആഡ് ചെയ്യാനോ നമുക്ക് പറ്റണം. ഇത് നിർബന്ധമാണ്. നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കൊടുത്തിരിക്കുന്ന റാക്ക് സ്പേസ് നമ്മൾ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. അതിൻ്റെ അകത്തുനിന്നുള്ള റവന്യൂ ഷെയർ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം സംഭവിക്കും. കാരണം നമുക്ക് കച്ചവടം നടക്കുന്ന സെയിൽസ് നടക്കുന്ന കാറ്റഗറിയിൽ സ്പേസ് ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. കുറേ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മളെ ഓരോ മൂലക്കിലേക്ക് പോയാൽ നിങ്ങളുടെ സ്റ്റോറിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാം ഒരുപാട് സെയിൽസ് നടക്കാത്ത കാറ്റഗറി റാക്ക് ഇങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഹോൾഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ സ്റ്റോക്കിനെ എങ്ങനെ റാക്കിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മളൊരു ക്രൈസസ്, ഫിനാൻഷ്യൽ ക്രൈസസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കൃത്യസമയത്ത് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക അല്ലേ, അല്ലെങ്കിൽ നമുക്ക് മോശപ്പേരുണ്ടാവും, നമുക്ക് കൃത്യമായി അവൈലബിലിറ്റി കിട്ടൂല, നമ്മൾ കൃത്യമായി പേയ്മെൻറ്റ് കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് സംഭവിക്കും? മാസം ആദ്യം നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വേണ്ട സമയത്ത് അവൻ നമുക്ക് പ്രയോറിറ്റി തരൂല. അവൻ കൃത്യമായി പേയ്മെൻറ്റ് കൊടുക്കുന്നവന് പ്രയോറിറ്റി കൊടുക്കും. നമുക്ക് എന്ത് ചെയ്യും? 14-ാം തീയതി 15-ാം തീയതി ആകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് അടിച്ചു തരും. ആ സമയത്ത് അവിടേക്ക് കച്ചവടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ കൃത്യമായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതേപോലെ ഡാമേജ് സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ മുകളിലാണ്. അതും ഈ പറയുന്ന പോലെ ഒരു പെരിഷബിൾ ഐറ്റം ആയതുകൊണ്ട് അതിൻ്റെ പർച്ചേസ് ഓർഡർ, അതിൻ്റെ റിസീവിങ് ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ അഷ്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവെൻട്രീനകത്ത് നമ്മൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം, ഓർഡർ കൊടുക്കാനുള്ള കഴിവ്. അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ പ്രത്യേകം വേണ്ട ഒരു സാധനമാണ്. ഇതുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ബാധ്യതകളില്ലാതെ ഡംപിനെയും ഡാമേജിനെയും ഒക്കെ കുറച്ച് നല്ലൊരു ഫിനാൻസ് മാനേജ്മെൻറ്റ്, നല്ലൊരു റൊട്ടേഷൻ സ്റ്റോക്കായിട്ട് നമുക്ക് സ്റ്റോറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. താങ്ക് യു സൈത്തേട്ടാ. ആഷിഖ് ഭായ്, മുന്നേയൊക്കെ നമ്മളെ എക്സ്പീരിയൻസിൽ ഈ ഓണം എന്ന് പറയുന്നത് വളരെ വലിയൊരു സീസണായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഓണത്തിൻ്റെ സെയിൽ ഗ്രാജുവലി കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഓണം എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡിൽ വലിയ രീതിയിൽ സെയിൽ താഴോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്സ് ഗ്രൂപ്പ് 365 ദിവസം ഓഫർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ കസ്റ്റമേഴ്സിന് എല്ലാ സമയത്തും സീസണിലും ഓഫർ കിട്ടുന്നത് കൊണ്ടാണോ? ഇതേപോലെയുള്ള ഓഫർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണോ അല്ലെങ്കിൽ നമ്മൾ മാറ്റേണ്ട ഒരു സിസ്റ്റമാണോ? നമ്മുടെ സീസൺ വൈസ് സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും പുതിയ ആക്ടിവിറ്റീസുകളും ഉണ്ടാക്കുന്നതിൽ സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ തന്നെ പേരിട്ട് വിളിക്കുന്ന പല ഓഫർ ക്യാമ്പയിനുകളും, അതേപോലെ തന്നെ ഇതുപോലെ ഓഫർ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഓർഗനൈസേഷൻസ് കൂടിയും വരുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് മേഖലയിലാണെങ്കിലും ഇനി അല്ലാതെ ഉള്ള റീറ്റെയിൽ മേഖലകളിൽ കസ്റ്റമേഴ്സിനെ പ്രത്യേകിച്ച് ഓൺലൈനിലും അതേപോലെ തന്നെ ഓഫ്ലൈനിലും സീസൺ വൈസ് എന്ന് മാറിക്കൊണ്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സീസണിലേക്ക് ആൾക്കാരുടെ പർച്ചേസ് മാറി വരുന്നുണ്ട്. അപ്പം അവരും അങ്ങനെയുള്ള അവസരങ്ങൾ നോക്കി കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റോറിലേക്ക് വരുന്നുണ്ട്. പല ആക്ടിവിറ്റീസും ഉണ്ടോ എന്ന് നോക്കിയിട്ടും അതേപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതിയിൽ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ഇത്തരം ഓഫറുകൾ അറിയിക്കാനും നമുക്കിപ്പം സാധിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഓണം വരട്ടെ നമ്മളുടെ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റാൻ ഓണം വരെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആവറേജ് ബിസിനസ് ചെയ്തു പോകുന്ന രൂപത്തിലേക്ക് ഇത്തരം സീസണുകൾ മാറിയിട്ടുണ്ട്. ഒരു പരിധിവരെ അതാണ് നല്ലതെന്ന് തോന്നുന്നു. കുറേ ക്രൗഡ് വന്ന് അതിനെ നമുക്ക് അതിലെ ഇൻവെൻട്രിയും കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ക്രൗഡിലേക്ക് ബിസിനസ് പോകാത്തതാണ് കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റബിളും. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്ത് വിടണമെങ്കിലും ഒരു ലിമിറ്റഡ് കസ്റ്റമേഴ്സ് വരുന്നതാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്.
ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആഡ് ഓൺ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഈ ഓഫേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്ലി വൈസോ വീക്ക്ലി വൈസോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കോ ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടോ? അത് ആരോഗ്യപരമാണോ? അത് ഇൻവെൻട്രിയിലും മറ്റും വലിയ ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടാക്കും. ഇപ്പം പലപ്പോഴും മന്തിൻ്റെ വരെ ഓഫേഴ്സൊക്കെ പല റീറ്റെയിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഓപ്പറേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കസ്റ്റമർ ടേസ്റ്റ് എന്നാൽ കുറച്ച് പ്രൈസ് കോൺഷ്യസ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ്. ബ്രാൻഡ് കോൺഷ്യസ് നിന്നും ചെറിയ രൂപത്തിലുള്ള മാറ്റം. കാരണം പുതിയ പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് പോയിൻ്റ് മാത്രം നോക്കിയിട്ട് കൂടുതൽ ആൾക്കാർ ബൈ ചെയ്യുന്ന അവസ്ഥ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് മാത്രം നോക്കി സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഫ്റ്റർ കൊറോണ അതിനാണ് അത്രത്തോളം ആ ഒരു ഭാഗത്തേക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും പ്രൈസ് വല്ലാതെ അവർ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോറുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഓരോ സ്പേസിലുള്ള അവിടെ എന്താണ് ഓഫർ, ആ ഓഫറുള്ള പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് ബൈ ചെയ്യുക, അടുത്ത സ്റ്റോറിലേക്ക് വന്നിട്ട് അവിടെയുള്ള ഓഫർ ബൈ ചെയ്യുക. അങ്ങനെ കസ്റ്റമേഴ്സ് മൾട്ടി സ്റ്റോറിൽ നിന്ന് ഒരേ ദിവസം തന്നെ ഓഫർ പ്രോഡക്റ്റുകൾ മാത്രം ചൂസ് ചെയ്ത് പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഞാനൊന്ന് ഇടപെട്ട് പറയട്ടെ. ആഷിക്ക് പറഞ്ഞ കാര്യത്തിൽ വളരെ കൃത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഓഫറുകൾ എല്ലാവരും ഓഫർ ഇടുന്ന സമയത്ത് കൃത്യമായി പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ഒരു പ്രൊഫഷണൽ റീറ്റെയിലേഴ്സ് എപ്പോഴും അവരൊരു മിനിമം GP 20% കീപ്പ് ചെയ്തുകൊണ്ടാണ് അവരെപ്പോൾ ഓഫർ ഇടുന്നത്. നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഓഫർ ഇടുന്നത്. നമ്മൾ മറ്റവനൊരു 99 രൂപ ഇട്ടാൽ ഇന്ന് നാളെ നമുക്ക് എങ്ങനെ 97 രൂപ ഇടാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനകത്ത് അത് മാത്രമല്ല, നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രൊഫഷണൽ റീറ്റെയിലേഴ്സിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ അതർ ഇൻകം ഭയങ്കര കുറവാണ്. നമുക്ക് ചെറിയ ഡിസ്പ്ലേ ഇതേപോലെ ഫെസ്റ്റിവലോ എൻക്യാപ്സിനോ ഒക്കെ കിട്ടുന്ന ചെറിയ അതർ ഇൻകംസാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പ്രൊഫഷണൽ റീറ്റെയിലേഴ്സിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതർ ഇൻകം ഭയങ്കരമാണ്. അവരുടെ ബാക്ക് എൻഡിൽ കിട്ടുന്ന ഒരു മണി ഉണ്ട് അവർക്ക്. അവർ ആ പൈസ വെച്ചിട്ട് ആ പൊട്ടിച്ചലക്കുന്നത്. പക്ഷെ നമ്മൾ പരസ്പരം മത്സരിക്കുക ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസാണ് കാരണം എപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എന്ത് കാറ്റഗറിയും നമുക്ക് ആഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദൈനംദിന സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസ് അതർ കാറ്റഗറീസ് തട്ടിയെടുക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വിജിലൻ്റ് ആവേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക്സ് മേഖലയിലെ അതിവിദഗ്ധരായ മിടുക്കന്മാരായ ആൾക്കാർ ഇന്ന് ചൂല് വരെ വെക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയൊക്കെ കാണാം. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഡബ്ബകൾ മുതൽ, ഞാനിപ്പോൾ അടുത്ത ദിവസം നമ്മൾ ബ്രാൻഡ് പറയാൻ പാടില്ല, കാരണം അവരൊക്കെ നമ്മൾ സ്നേഹിച്ച് ഒരുമിച്ച് നിർത്തേണ്ട ആൾക്കാരാണ്. ഇപ്പോൾ അടുത്തൊരു ദിവസം കോഴിക്കോട് ഒരു ഓപ്പണിംഗ് നടന്ന ഒരു ഇലക്ട്രോണിക്സ് ഒരു ഷോപ്പിൽ അവിടുന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ അടുത്ത് ഭൂരിഭാഗം ചൂല് കയ്യിൽ വെച്ചിട്ട് ഇറങ്ങി വരുന്നത്. 49 രൂപയാണ് ഒരു ചൂലിന് കൊടുക്കുന്ന റേറ്റ്. അവിടെ നിങ്ങൾ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ഹൗസ് ഹോൾഡിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളെടുത്തുനിന്ന് കാറ്റഗറി തട്ടിപ്പറിച്ച് പോയിരിക്കുന്നു. നമ്മൾ കുറേ കൂടി വിജിലൻ്റ് ആവേണ്ടതുണ്ട്, ഭയങ്കര വിജിലൻ്റ് ആവേണ്ടത്. കാരണം നമുക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസാണ്. കാരണം നമ്മൾ എത്ര വാക്കിൻസ് ഒരു ദിവസം വരുന്ന ഏത് സ്റ്റോറാണുള്ളത്? ടെക്സ്റ്റൈൽസ് ഉണ്ടോ, ജ്വല്ലറി ഉണ്ടോ, ഹാർഡ്വെയർ ഉണ്ടോ, എവിടെയാണുള്ളത്? നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ വാക്കിൻസ് ഉള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻവെൻട്രിയിലും ആഡ് ചെയ്യുന്ന കാറ്റഗറിയിലും നമ്മൾ കൃത്യമായി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്സാണ്, ഒരു സംശയം വേണ്ട. ഇപ്പോൾ പച്ചക്കറിയിൽ നിങ്ങൾ ഒരൊറ്റ എക്സാമ്പിൾ കൂടി പറയാം. നിങ്ങൾ പച്ചക്കറി നടത്തുന്ന ആൾക്കാർ, നിങ്ങൾ ബിൽ വൈസ് ബിൽ ഷെയർ സെയിൽസിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു ദിവസം 1000 ബില്ല് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പച്ചക്കറീൻ്റെ ബില്ല് എത്രയാണ് നിങ്ങളുടെ ഷെയർ? അപ്പോൾ എല്ലാവരും പറയും 1000 ബില്ല് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 500 ബില്ല് പച്ചക്കറി ഉണ്ടാവും, അല്ലെങ്കിൽ 700 ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പച്ചക്കറി വാങ്ങുന്നുണ്ട്. ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഞാൻ പറയും 1000 ബില്ല് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 250 കസ്റ്റമർ അല്ലെങ്കിൽ 300 കസ്റ്റമറെ പച്ചക്കറി ബില്ല് ചെയ്യുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ പോയി പരിശോധിച്ച് നോക്കിക്കോ. അപ്പം എന്താ, ബാക്കിയുള്ള 750 അല്ലെങ്കിൽ 600 വാക്കിൻസിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിലുണ്ട്. ആ ഓപ്പർച്യൂണിറ്റിനെയാണ് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത് നോക്കേണ്ടത്. സൈതേട്ടാ, ഒരു കാര്യം കൂടി. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് സ്വാക്കിൻ്റെ ഒരു വലിയ വേദിയിലാണ്, സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ വലിയൊരു വേദിയിലാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മേഖല വലിയ രീതിയിലുള്ള ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്, ഇതേപോലെ കടന്നുകയറ്റങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ വേദിയിൽ വെച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കൂട്ടായ്മ, ഇതൊരു തികച്ചൊരു കൂട്ടായ്മയാണല്ലോ, തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ ഒരേ ടൗണിൽ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും തൊള്ളു കൈയിട്ട് നമ്മൾ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കൂട്ടായ്മ
ഇത് റീറ്റെയിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് രീതിയിൽ ഉപകാരപ്പെടുത്താൻ പറ്റും? തീർച്ചയായിട്ടും ഈ സാക്കിൻ്റെ കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ കൂട്ടായ്മയിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്രൈസ് ബാർഗെയിൻ ചെയ്യുന്നതാണെങ്കിലും പല ബ്രാൻഡുകളെടുത്ത് നമ്മൾ പ്രൈസിങ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു ബാർഗെയിൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സാക്കിന് അങ്ങനെ ഒരു കമ്മിറ്റി തന്നെ ഉണ്ട്. ആ കമ്മിറ്റിയാണ് നമുക്കൊരു പുതിയ ബ്രാൻഡ് വരുന്ന സമയത്ത് ബേസിക് മാർജിൻ സെറ്റ് ചെയ്ത് തരുന്നത് സ്വാക്കാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർജിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിക്കോട്ടെ, സ്റ്റാഫ് ഷോർട്ടേജായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിക്കോട്ടെ, മറ്റുള്ള രീതിയിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇൻവെൻട്രിയിലോ മറ്റുള്ള കാര്യങ്ങൾ എന്ത് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പരസ്പരം നമ്മൾ സഹകരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു കൂട്ടായ്മ ഓരോ ജില്ലകൾ വൈസ് കൂട്ടായ്മയിൽ ഒരുമിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് പ്രൈസ് കുറച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടീമിനെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. സ്വാക്ക് എന്ന് പറയുന്ന സംഘടന വന്നതോട് കൂടിയിട്ട് പരസ്പരം എല്ലാവരും തമ്മിലൊരു വലിയ സ്നേഹബന്ധം ഉണ്ട് എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലയിലെ ഇബ്രാഹിം ആയിരിക്കുന്നുണ്ട്. എല്ലാവരും തമ്മിലൊരു ഭയങ്കര ബന്ധമാണ്, ഭയങ്കര ഷെയറിങ്. എന്തൊരു ഡിസ്ട്രിബ്യൂട്ടർ നമ്പർ ആയിക്കോട്ടെ, ഒരു പ്രോഫിറ്റിനെ കുറിച്ചായിക്കോട്ടെ, എല്ലാം പരസ്പരം ഒരു വലിയ ബെനിഫിറ്റ് തന്നെ ഉണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാക്ക് എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഷക്കർ ഭായ്, ഈ ഞാനൊക്കെ ഒരുപാട് കാലം പല MNCs കമ്പനിയിലും വർക്ക് ചെയ്യുന്നതാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ വലിയ വോളിയം ചെയ്യുന്ന വലിയ ഡീലേഴ്സിന് ചെറിയ ഡീലേഴ്സിൻ്റെ അടുത്തുനിന്ന് മാർജിൻ എടുത്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളെ കയ്യിലൊരു ഫണ്ട് ഉണ്ടാവും. അപ്പോൾ ഇന്നും അത് ഒരു പരിധിവരെ നമുക്ക് കാണാം. നമ്മളെ കൂട്ടത്തിലുള്ള ചെറിയ ഡീലേഴ്സിന് പലപ്പോഴും ബേസ് മാർജിനൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടപെട്ട് സംസാരിക്കുമ്പോൾ പല സ്ഥലത്തും പല കമ്പനികളും പല രീതിയിലുള്ള മാർജിനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് കമ്മിറ്റി ബാർഗെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ തോതിൽ അത് ഫലവത്തായിട്ടില്ല. പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ടർമാർ മാർജിൻ ഫിക്സ് ചെയ്യുകയും അത് ഒരു പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതും സാഹചര്യമുണ്ട്. ഇതിന് നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന ഡീലേഴ്സിന് ഏത് രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിച്ചത് മാർജിൻ പല ഒരു പ്രൊഡക്റ്റ് പല സ്ഥലങ്ങളിൽ കൊടുക്കും, പല മാർജിനാണെന്ന്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് പലപ്പോഴും ബേസ് മാർജിൻ എന്ന് പറയുന്ന സാധനം കമ്പനികൾ പലപ്പോഴും ഓപ്പണായിട്ട് പറയലില്ല, അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെ പല രീതിയിലുള്ള പല തട്ടിലുള്ള മാർജിനാണ് പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്ത് കാണുന്നത്. അതിനൊരു അവയർനെസ് നമ്മളെ ഡീലേഴ്സിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. എസ്പെഷ്യലി ഈ കമ്പനീൻ്റെ സ്റ്റാഫൊന്നും പലപ്പോഴും പല സ്റ്റോറും വിസിറ്റ് ചെയ്യുന്ന സാഹചര്യമല്ല. അതിൽ മെയിനായിട്ട് എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് നമ്മളടുത്ത് പുതുതായിട്ട് വരുന്ന പ്രൊഡക്റ്റിന് നമ്മൾ ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ ഓർഡർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ കമ്പനിയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ നമ്മളടുത്ത് വരികയും അവരുമായിട്ടായിരിക്കണം നമ്മൾ ഈ ഫസ്റ്റ് മാർജിനും കാര്യങ്ങളും സംസാരിക്കേണ്ടത്. അല്ലാണ്ട് നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും പെർഫെക്റ്റ് ആയിരിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ അതിൽ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മളെ ഒരു പ്രൊഡക്റ്റും നമ്മളെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് സെയിം കാറ്റഗറിയിൽ പെട്ട നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ സെയിൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു മറ്റുള്ള കമ്പനികളെ മാർജിനും കൂടി നമ്മൾ പഠിച്ചിട്ടായിരിക്കണം ഇവർക്ക് നമ്മൾ പിന്നെ ഫൈനലായിട്ട് നമ്മളത് അപ്രൂവൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഇപ്പോൾ സൈസാറൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ഷോപ്പിൽ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ സാർ പറഞ്ഞ പോലെ ബ്രാൻഡിൻ്റെ പേരെടുത്ത് പറയാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ചില ഒരു ഫ്ലോർ ക്ലീനർ ആയിക്കോട്ടെ, ആ ഫ്ലോർ ക്ലീനർ MNC ബ്രാൻഡാണ്, നല്ല ലീഡിങ് ബ്രാൻഡാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ബട്ട് നമ്മൾ അതിൽ എല്ലാ ഫ്ലേവേഴ്സിനും ഒരേപോലെയാണ് ഡിസ്പ്ലേയിൽ നമ്മൾ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ചിലതൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം ഒരു പീസ് പോവാത്ത ഐറ്റംസ് പോലും ഉണ്ടാവും, ചില ഫ്ലേവേഴ്സ്. പക്ഷേ ഒരു 6 ഫ്ലേവേഴ്സ് ഉണ്ട്, 6 ഫ്ലേവറും നമ്മൾ ഒരേ ഫേസിങ്, അപ്പോൾ 3 ഫേസിംഗ് ആണ്, എല്ലാ 6 ഫ്ലേവേഴ്സിനും 3 ഫേസിങ് കൊടുക്കുന്ന പല സ്റ്റോറിൽ നമ്മൾ ചെല്ലുമ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഏതാണോ അതിൽ ഫാസ്റ്റ് മൂവിങ് അതിന് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെക്കുകയും സ്ലോ മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ അതിനനുസരിച്ചുള്ള ആ കാറ്റഗറിയിൽ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യാം. അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ നേരത്തെ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം സൂചിപ്പിച്ചതാണ്. ഈ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പം കഴിയുന്നതും കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ ഫൈനൽ മാർജിൻ ക്രോസ് ചെയ്യാൻ. അത് ക്രോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നോക്കേണ്ടത് സിമിലർ ആയിട്ടുള്ള ആ കാറ്റഗറിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർജിൻ എന്താണ് എന്ന് നമ്മൾ കറക്റ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ ഇവരുമായിട്ട് മാർജിൻ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഒരു സായി സാറിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓപ്പൺ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ എടുക്കാം. സായി സാർ നേരത്തെ പറഞ്ഞ ബാക്ക് ആൻഡ് മാർജിനെ പറ്റിയിട്ട് ഒന്നും കൂടിയും ഒരു ജസ്റ്റ് ടച്ച് ചെയ്ത് പോയേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. 3-4% പല കമ്പനിക്കും കിട്ടുന്നുണ്ടാവും. അത് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ഡിസ്കഷനിലേക്ക്. ഈ ബാക്ക് ആൻഡ് മാർജിൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ഡിസ്പ്ലേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഈ ക്വാർട്ടർലി പർച്ചേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേംസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നതിൽ പല സ്റ്റോറുകളും ഫെയിലിയർ ആയി പോകുന്നുണ്ടാവാം. അതേപോലെ തന്നെ ലിസ്റ്റിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ പണ്ടുണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായി കേരളത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെയുള്ള ഈ അതർ ഇൻകംസ് നമ്മൾ എവിടെയാണോ ഒരു ഫ്ലോർ ഡിസ്പ്ലേ, ചിലപ്പോൾ നമ്മൾ ഒരു പേയ്മെൻറ്റ് കിട്ടാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഫ്ലോർ ഡിസ്പ്ലേ ഒക്കെ കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ടാവുക. എൻക്യാപ്പ് മാത്രമായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്നുണ്ടാവുക. അതേപോലെ നമ്മൾ എവിടെയാണോ നമുക്ക് ഒരു അഡീഷണൽ ഡിസ്പ്ലേ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ സെയിൽസിനെ ബേസ് ചെയ്തിട്ട് ബാക്ക് എൻഡിൽ അതേപോലെ ചില കമ്പനികളുടെ അടുത്തൊക്കെ നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റുന്നുണ്ട്. ആനുവൽ ടൈപ്പ് ഒരു വർഷത്തെ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടൊരു 2% ഒക്കെ വാങ്ങുന്ന കമ്പനിയുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ പ്രൊഫഷണൽ റീറ്റെയിലേഴ്സൊക്കെ അവരെ സോവനിയർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ബാക്ക് എൻഡ് മാർജിൻ എപ്പോഴും അവർ ഒരു ഭയങ്കര പെർഫെക്റ്റ് ലെവലിലായിരിക്കും. നമുക്കാണ് അത് കിട്ടാത്തത്. പക്ഷേ നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് പല ഓഫറുകളും റൺ ചെയ്യുന്നുണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ചും കൂടി നമ്മൾ അതർ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറേ കൂടി, അതേപോലെ തന്നെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനാഗുറേഷൻ്റെ സമയം കുറച്ച് മുന്നോട്ട് പോയത് കാരണം ടൈം ലിമിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. മൊമെൻറ്റോ കൊടുക്കാനും മൈ സ്റ്റോറിയിലേക്കും പോകേണ്ടതുണ്ട്. ചോദിക്കുന്ന താങ്ക് യു സോ മച്ച് സർ. ഈ പാനൽ ഡിസ്കഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവായി അതിന് ഒരു ചെറിയ സമയം അനുവദിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ഒരു പാനൽ ഡിസ്കഷൻ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളതിന് തയ്യാറായാൽ നമുക്ക് സമയം കൃത്യമായി പാലിക്കാം. പ്ലീസ്. നമസ്കാരം. ഒരു നല്ല പാനലിൻ്റെ നല്ല ഒരു ക്ലാസ്സാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഓഫറിൻ്റെ മാമാങ്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കടയിലും പല കടയിലും പല രീതിയിലുള്ള ഓഫറുകൾ. സാധാരണയായി ഞാൻ ഓഫർ ഇടാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധാരണ അറിയപ്പെടാത്ത സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതുപോലെ മാർജിൻ കൂട്ടിയിട്ടാണ് ഞാൻ ഇതുവരെ ഓഫർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അറിയപ്പെടുന്ന സാധനങ്ങളൊന്നും ഞാനിതുവരെ ഓഫർ കൊടുത്തില്ല. കാരണം അതൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഓഫറുകൾ ഇങ്ങനെ നൽകുന്നത് കൊണ്ട് ബിസിനസ്സിൽ എത്ര ശതമാനം വർധന ഉണ്ടാകുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. മറ്റൊരു ചോദ്യം, ഈ ധാരാളം ആളുകളൊക്കെ ഇങ്ങനെ കടയിൽ വരിക, ഈ ബിസിനസ് സമയത്ത് ചന്തയിൽ വരുമ്പോൾ ആളുകൾ വരുന്നത്, ഈ സമയത്തൊക്കെ ധാരാളം മോഷണങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്നും ക്യാമറ വെച്ച് നമുക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ലോസിലേക്കാണ് പോകുന്നത്, അല്ല ഇത് ലാഭത്തിലേക്കാണോ ഈ ഓഫറുകൾ നമ്മളെ നയിക്കുന്നതെന്നുള്ള ചോദ്യം ഞാൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള ജംജും വലിയ ഓഫറുകളൊക്കെ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അവരോട് ചോദിക്കാൻ തീർച്ചയായും. ഓഫർ നമ്മൾ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 95% നമ്മൾ കമ്പനികളുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോസിൽ നമ്മൾ കച്ചവടം ചെയ്തിട്ടും കാര്യമില്ല. അതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ സബോർഡിനേറ്റ് അല്ല മറ്റുള്ള ബ്രാൻഡുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കമ്പനീൻ്റെ അടുത്ത് നിന്ന് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ വാങ്ങിക്കുന്നുണ്ട്. അത് ക്വാണ്ടിറ്റി സ്കീം വെച്ചിട്ടാണ് കൂടുതലും എല്ലാ കമ്പനികളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി സ്കീമിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അതിൽ ഒരു മാന്യമായിട്ടുള്ള റേറ്റ് എടുത്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ഓഫറുള്ള സമയത്ത് നമുക്ക് ലോസുകൾ പല രീതിയിലും, അത് ആ ഒരു തിരക്ക് അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും നാച്ചുറാലിറ്റി എവിടെ ആണെങ്കിലും അതുണ്ടാവും. അതല്ലാണ്ട് നമ്മളെ കഴിയുന്നെടുത്തിട്ട് ഓഫർ കൊടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലും അല്ല, അതൊരു ശരിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? നമ്മൾ ഈ പാനലിലിരിക്കുന്ന 4 പേരും അടുത്ത 2 ദിവസം ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവും. ആർക്കും എന്ത് ചോദിക്കാനുണ്ടെങ്കിലും പേഴ്സണലായിട്ടും ചോദിക്കാൻ പറ്റും. നമുക്കൊരു ടൈമിൻ്റെ പ്രശ്നമുണ്ട്. ഒരാളും കൂടി
അതെ, ഒരു ചോദ്യം കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. സമയത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ്. തീർച്ചയായിട്ടും അവർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 2 ദിവസങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാവും. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്ലീസ്. നമസ്കാരം, ഞാൻ സെയ്ദ് KNS. പലപ്പോഴും നമ്മുടെ ഓഫറിൽ മത്സരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല ഷോപ്പുകളും, പർച്ചേസിൽ മത്സരിക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ ഒന്നുകൂടി പർച്ചേസിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വരുന്ന ഈ നഷ്ടങ്ങളൊക്കെ നികത്താൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്നുകൂടി, ഈ വെജിറ്റബിൾസിനെ കുറിച്ച് പറഞ്ഞു. വെജിറ്റബിൾസ് എങ്ങനെ അറിയോ? നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റ് പോലല്ല. ഇന്ന് വന്ന സാധനങ്ങൾ ഇന്നേ വിറ്റ് തീർക്കണം. ഹോൾസെയിൽ കച്ചവടക്കാർ എന്തായാലും അത് വിറ്റ് തീർക്കും. പക്ഷേ നമ്മൾ രാവിലെ ഒരു ഷീട്ടും കൊടുത്തയച്ച് കടിയിക്കെത്തിയാൽ ആ ഓഫറിന് വിൽക്കാനോ വില കുറച്ച് വിൽക്കാനുള്ള സാധനങ്ങൾ നമുക്ക് എത്തില്ല. രാവിലെ 2-3 മണിക്ക് തുറന്ന മാർക്കറ്റ് 6 മണിക്കുള്ളിൽ വിറ്റ് തീർക്കേണ്ട സാധനങ്ങൾ 6 മണിക്ക് ശേഷം വിൽക്കുന്നത് പാതി വിലക്കോ അല്ലെങ്കിൽ 25%-ഒക്കെയാണ്. 10 രൂപേൻ്റെ മുതൽ കുറച്ച് കഴിയുമ്പോൾ 6 മണി 5:30 മണിയൊക്കെ ആകുമ്പോൾ 2.5 രൂപയ്ക്ക് വിൽക്കുന്ന സമയം വരും. ആ സമയത്തേക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാൻ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം രാവിലത്തെ നമ്മളെ വിൽപ്പന. കാരണം രാവിലെ 50 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാധനം പിന്നീട് 10-15 രൂപയ്ക്കായി വരുന്നൊരു സാഹചര്യത്തിൽ ഇതേ നമ്മൾ കൊടുന്ന അതേ സാധനം ഈ വണ്ടിയിൽ കൊടുന്നിട്ട് നമ്മളെ മുന്നിൽ വെച്ചിട്ട് അവർ വിൽക്കും. അവർ 3 കിലോ വിൽക്കുന്നത് നമുക്ക് 1 കിലോനെ വിൽക്കാൻ കഴിയുള്ളൂ. അത് 44 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് പറയുകയാണ്. വെജിറ്റബിൾസാണ് നമ്മളെ ബേസ്, പിന്നെയാണ് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായത്. അപ്പോൾ പച്ചക്കറിയിൽ അത് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പച്ചക്കറിയായിട്ടുള്ള ഇത് മാറും. അതുപോലെ തന്നെ പർച്ചേസിലൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടുകൾ കുറേ മാറും എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. ഈ പാനൽ ഡിസ്കഷൻ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ്. സൈഡ് സർ പ്ലീസ്. ഓക്കെ, ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ട്. ഈ പറയുന്ന പോലെ നമ്മളെ അറിവുകൾ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആർക്കും പേഴ്സണലായിട്ട് നമ്മളെടുത്ത് സംസാരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തായാലും താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാവർക്കുമായിട്ടുള്ള മൊമെൻറ്റോസ് നമ്മളിവിടെ വെച്ച് കൈമാറുകയാണ്. ശ്രീ ആബിദ് എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ്, അദ്ദേഹത്തിനുള്ള സ്നേഹാദരവ് നൽകുന്നതിന് വേണ്ടി ശ്രീ ജാഫറിനെ നമുക്ക് വേദിയിലേക്കായി ഹൃദയപൂർവ്വം ക്ഷണിക്കാം. പാനൽ ഡിസ്കഷനിൽ പങ്കെടുത്തവർക്കുള്ള സ്നേഹോപഹാരം സ്വാക്കിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ഈ ഒരു എക്സ്പോയുടെ കമ്മിറ്റി അംഗങ്ങൾ അവർക്കായി കൈമാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ എക്സ്പോയിൽ ഇപ്പോൾ നടന്ന പാനൽ ഡിസ്കഷൻ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റ് എങ്ങനെ ആരംഭിക്കാമെന്നും അത് കൂടുതൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇൻവെൻട്രി മിഷനറീസ് ഒക്കെ എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ ഇവിടെ നൽകിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ശ്രീ ആബിദ് എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ്. അദ്ദേഹത്തിന് നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ഈ പാനൽ ഡിസ്കഷൻ സക്സസ്ഫുൾ ആക്കിയതിന് സഹകരിച്ചതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ശ്രീ സജിദ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം കൈമാറുന്നതിനായി ശ്രീ നാസറിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ നാസർ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക. ഈ പാനൽ ഡിസ്കഷൻ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിച്ച മറ്റൊരു കുടുംബാംഗമാണ് സജിദ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. അദ്ദേഹത്തിനുള്ള സ്നേഹ ഉപഹാരം സമർപ്പിക്കുന്നു. ശ്രീ നാസർ, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിൻ്റെ അറിവുകൾ നമുക്കിവിടെ സമ്മാനിച്ചതിന്. ശ്രീ ആഷിഖ് ഡേ മാർട്ട്, അദ്ദേഹത്തെയാണ് നമുക്കിനി വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത്. ശ്രീ ഗഫൂർ, അദ്ദേഹത്തിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നതായിരിക്കും. ശ്രീ ഗഫൂറിനെ ഞാൻ വേദിയിലേക്ക് ഹൃദയപുരസ്സരം ക്ഷണിക്കുന്നു. സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് എക്സ്പോ 2024 കാലിക്കറ്റിൻ്റെ സ്വപ്നമായി മാറുന്ന ഒരു വേദി കൂടിയാണിത്. നിരവധി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നൽകുന്ന ഈ ഒരു എക്സ്പോയിലെ 1ാം ദിവസത്തെ പാനൽ ഡിസ്കഷന് ശേഷമുള്ള അതിഥികൾക്കായുള്ള ഉപഹാര സമർപ്പണം തുടരുകയാണ്. വേദിയിലേക്ക് സ്വാഗതം ശ്രീ ഷാക്കിർ ജാം ജൂമിൻ്റെ ബഹുമാനായിട്ടുള്ള ടീം മെമ്പർ ശ്രീ ജലീലിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി ശ്രീ ജലീൽ ദയവായി വേദിയുടെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഷാക്കിർ ഫ്രം ദ ഹൗസ് ഓഫ് ജാം ജൂം, അദ്ദേഹത്തെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഈ ഒരു അവസരത്തിൽ നേരുകയാണ്. താങ്ക്സ് എ ലോട്ട്. ഈ പുരസ്കാരങ്ങൾ ആദരവ് നൽകാനായി വേദിയുടെ ഭാഗമായി തീർന്ന ടീം മെമ്പേഴ്സിനും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. എക്സ്പോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം